വിറകായിരുന്നു നല്ല. എന്തായാലും വിഭൂതി തെച്ച് വേവിക്കുന്നു. കുറച്ച് പരിപ്പും തക്കാളിയും കൂടെ ഇട്ട് ഡാൽ ഫ്രൈ ആക്കി അങ്ങ് വിഴുങ്ങ്. തക്കാളി പരിപ്പിനും തക്കാളിക്കൊക്കെ എന്താ വില എന്നറിയാവൂ? നല്ല പരുവത്തിലായി കഴിയുമ്പോ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ഡോബർമാനും റോഡ് വീലേഴ്സിനും ഒക്കെ കൊടുക്കാം. അവരൊക്കെ ആരാ? ചേട്ടന്റെ അളിയന്മാരാണോ? അല്ലടോ, അതൊക്കെ ഇവിടുത്തെ പട്ടികളാ. അയ്യോ, പട്ടികളോ? അപ്പൊ പുറത്തിറങ്ങിയാലും രക്ഷയില്ലേ. ഒരു കടിയുടെ ഓർമ്മ ഉണങ്ങി വരുന്നേ ഉള്ളൂ. ആസനം വെന്തു തുടങ്ങി. തീയണേക്കടാ പാചകക്കാരെ. നിന്റെ അവിടുന്ന് വെന്ത് തുടങ്ങേണ്ടത്. ശരി ശരി, നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. ആദ്യം തീയോ നനക്കി. വില്ലന്മാര് സാധാരണ ഐസില കിടത്താറ് പതിവ്. ആഗോളതാപനം മൂലം ഐസ് മുഴുവൻ ഉരുകിക്കൊണ്ടിരിക്കുക. കട്ടിപ്പരുവത്തിൽ കിട്ടുന്നില്ല. കുറച്ച് ലൂസ് പരുവത്തിലായാലും വേണ്ടില്ല. കുറച്ചിനകത്തോട്ട് ഒഴുക്കി. എന്നിട്ട് തീയാണെങ്കിൽ സീനിയറെ അണയ്ക്കാം. പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം. പാറ പോലുള്ള ഉറപ്പ് തരാം. ഈ അവസ്ഥയിൽ ആരും തന്നു മൊഴിഞ്ഞാട്ടെ. ചൂട് കൂടി. ഈ നിമിഷം മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നീ പാര പണിയണം. ഞാൻ ഏത് കോപ്പനോണേലും പണിയാം. ആദ്യം ഞങ്ങളുടെ ബദ്ധശത്രുക്കളായ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യനും, പിന്നെ അച്ചായന്റെ സിംഗിന്, ബാക്കിയുള്ള ലിസ്റ്റ് മാൻഡ്രക്ക് തരും. പണിയാമേ. തീയണക്കി. അറ്റ്ലീസ്റ്റ് ഒരു കൗബീനെങ്കിലും തന്നെ പുറത്തേക്ക് ഇറക്ക്. വേവാൻ തുടങ്ങി. പുറത്തിറക്കാം. എപ്പോ? പക്ഷേ ഒന്നോർത്തോ, ഒറ്റാനോ ചതിക്കാനോ ശ്രമിച്ചാൽ ബിരിയാണി ചെമ്പിന് പകരം തന്തൂരി അടുപ്പായിരിക്കും. എന്തൂരി? തന്തൂരി. എനിക്ക് 1ാം ക്ലാസ്സിൽ പോണം. അവിടെ ഇരുന്ന് ഒഴിച്ചാ മതി. മാല വാങ്ങുന്നു, അത് ഇടികൊള്ളുന്നു. ബാക്കി പിന്നെ അടുത്ത വ്യാഴാഴ്ച. വൈ നോട്ട്?